ഹലോ ഓൾ. അപ്പം നമ്മൾ മോഡ്യൂൾ 2 ആയ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ നമ്മൾ സെമി കണ്ടക്ടർ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സോടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് സൂപ്പർ കണ്ടക്ടേഴ്സ്. അപ്പോൾ മോഡ്യൂൾ 2-ൽ ഒരു രണ്ട് ടോപ്പിക്സാണുള്ളത്, സെമി കണ്ടക്ടറും സൂപ്പർ കണ്ടക്ടർ. സൂപ്പർ കണ്ടക്ടേഴ്സാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ള ഈ ഒരു ഫിനോമിന ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്നത് കമർലിംഗ് ഓൺസ് ഇൻ 1911 ആണ്. ഓക്കെ, അദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ചില മെറ്റൽസിൻ്റെയും അലോയ്സിൻ്റെയും കോമ്പൗണ്ട്സിൻ്റെയൊക്കെ ഈ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ചില സമയത്ത്, അതായത് ഇറ്റ് ഡ്രോപ്പ് സഡൻലി ടു സീറോ. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് പെട്ടെന്ന് സീറോയിലേക്ക് എന്ത് ചെയ്യും, ഡ്രോപ്പ് ആവും. എപ്പോഴാണ്? വെൻ ദേ ആർ കൂൾഡ് ബിലോ എ സർട്ടൺ ടെമ്പറേച്ചർ. ഒരു സർട്ടൺ ടെമ്പറേച്ചറിന് താഴെ അതിനെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി, എന്തിൻ്റെയൊക്കെയാണ്, മെറ്റൽ, അലോയ്, കോമ്പൗണ്ട്, ഇതിൻ്റെ എല്ലാം ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്തെങ്കിലും സീറോ ആകാം. ഇതാണ് ഇദ്ദേഹം കമർലിംഗ് ഓൺസ് 1911 കണ്ടുപിടിച്ചത്. ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ മെറ്റീരിയൽസ് ദാറ്റ് എക്സിബിറ്റ് ദിസ് ബിഹേവിയർ. അപ്പോൾ ഈ ഒരു ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് നമ്മൾ എന്ത് വിളിക്കും, സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. ഇവിടെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ ഇൻ കെൽവിൻ എലോങ് എക്സ് ആക്സിസ് ആൻഡ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എലോങ് വൈ ആക്സിസ്. സോ ഒരു നോർമൽ മെറ്റലിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഒരു നോർമൽ മെറ്റൽ ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കുറയ്ക്കാൻ പറ്റും. എന്നാൽ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിനനുസരിച്ച് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി കുറയുന്നുണ്ട്. ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ Tc ഇറ്റ് ഈസ് ബ്രേക്സ് ടു സീറോ. ഈ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് സീറോയിൽ എത്തുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ മെറ്റീരിയൽസ് കനോട്ട് സൂപ്പർ കണ്ടക്ട് ഈവൻ അറ്റ് 0 കെൽവിൻ. ഓക്കെ, അപ്പോൾ 0 കെൽവിൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ എല്ലാ മെറ്റീരിയൽസിനും സൂപ്പർ കണ്ടക്ടിവിറ്റി കിട്ടുമോ? ഇല്ല. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ നോർമൽ മെറ്റീരിയൽ ടേൺസ് ഇൻ ടു എ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അതാണ് Tc ഇവിടെ. അതായത് ഒരു നോർമൽ മെറ്റീരിയൽ അതെന്ന് പറഞ്ഞ് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലേക്ക് എത്തുന്ന ആ ഒരു ടെമ്പറേച്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്, Tc എന്ന് വിളിക്കുന്നത്. അപ്പോൾ അറ്റ് Tc ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എത്രയാണ്, 0 ആണ്. ഇനി ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഓഫ് സോളിഡ്സ് ആൻഡ് ഫോനോൺസിനെ പറ്റിയാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഓക്കെ, there are several factors that contribute the electrical resistivity of solid. ഓക്കെ, ഒരു സോളിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പല ഫാക്ടേഴ്സും ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുവാണ്, ദ ഡീവിയേഷൻസ് ഫ്രം എ പെർഫെക്റ്റ് ലാറ്റിസ് വിച്ച് മേ ബി ഡ്യൂ ടു ഇംപ്യൂരിറ്റീസ് ഓർ സ്ട്രക്ചറൽ ഡിഫക്ട്സ് ഇൻ ക്രിസ്റ്റൽ ക്യാൻ സ്കാറ്റർ ദ ഇലക്ട്രോൺസ്. ആണല്ലോ, അതായത് ഒരു പെർഫെക്റ്റ് ലാറ്റിസിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഡീവിയേഷൻ സംഭവിക്കുന്നു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡിഫക്ട്സ് ഇൻ ക്രിസ്റ്റൽ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺസിനെ സ്കാറ്റർ ചെയ്യാൻ സാധിക്കും. Moreover, the vibration of lattice ions takes place in normal modes. Normal മോഡ്സിലാണ് എന്ത് ചെയ്യുന്നത്, വൈബ്രേഷൻ ഓഫ് ലാറ്റിസ് അയോൺസ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ദീസ് വൈബ്രേഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് അക്കോസ്റ്റിക് വേവ്സ് വിച്ച് ട്രാവൽ ത്രൂ ദ സോളിഡ്. അപ്പോൾ ഈ ഒരു വൈബ്രേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സോളിഡിൽ കൂടി എന്താണ് കോൺസ്റ്റിറ്റ്യൂട്ട് അക്കോസ്റ്റിക് വേവ്സ്. അക്കോസ്റ്റിക് വേവ്സ് ട്രാവൽ ചെയ്യുന്നതിന് കാരണമാകുന്നത്. ദീസ് വേവ്സ് ആർ കോൾഡ് ഫോനോൺ. അപ്പോൾ ഈ അക്കോസ്റ്റിക് വേവ്സിനെ വിളിക്കുന്ന പേരാണ് ഫോനോൺസ് വിച്ച് കേരി മൊമെൻറ്റം. ഈ ഫോനോൺസിൻ്റെ പ്രത്യേകത എന്താണ്, അതെന്താണ് കേരി ചെയ്യുന്നത്, മൊമെൻറ്റമാണ് കേരി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ദ നമ്പർ ഓഫ് ഫോനോൺസ് വിൽ ഇൻക്രീസ് ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് റൈസ്ഡ്. ഓക്കെ, നമ്മൾ ടെമ്പറേച്ചർ കൂടുന്നതോറും എന്ത് ചെയ്യും, ഈ ഒരു വൈബ്രേഷൻ കൂടും. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഫോനോൺസും എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. ഇൻ ദ പ്രസൻസ് ഓഫ് ഫോനോൺസ് നൗ ദർ ഈസ് ആൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് ആൻഡ് ഫോനോൺസ്. അപ്പോൾ ഫോനോൺസ് പ്രസൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ദർ ഈസ് ആൻ ഇൻട്രാക്ഷൻ. എന്തൊക്കെ തമ്മിലാണ് ഇൻട്രാക്ഷൻ, ഇലക്ട്രോൺസും ഫോനോൺസും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകും. ദിസ് ഇൻട്രാക്ഷൻ സ്കാറ്റേഴ്സ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ആൻഡ് ഹെൻസ് കോസസ് മോർ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു ഇൻട്രാക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ഷൻ ഇലക്ട്രോൺസിനെ സ്കാറ്റർ ചെയ്യുന്നതും അതുപോലെ തന്നെ കൂടുതൽ റെസിസ്റ്റൻസ് അതിന് കൊടുക്കുന്നതും. ദെയർഫോർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ സോളിഡ് വിൽ ഡിക്രീസ് ഇഫ് വി കൂൾ ദ സോളിഡ്. അപ്പോൾ നമ്മൾ ഇതിനെ സോളിഡിനെ കൂൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്ന പ്രോപ്പർട്ടീസ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി അതിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയെ പറ്റിയാണ് പറയുന്നത്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി എന്താണ്, ഈ സൂപ്പർ കണ്ടക്ടർ ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി. അപ്പോൾ സൂപ്പർ കണ്ടക്ടറിൻ്റെ ഏറ്റവും വലിയ ക്യാരക്ടേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എത്രയാണ്, 0 ആണ്. വൺസ് ദ കറണ്ട് ഈസ് സ്റ്റാർട്ടഡ് ടു ഫ്ലോ ഇറ്റ് വിൽ കണ്ടിന്യൂ. അപ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി 0 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരിക്കൽ അതിൽ കൂടി കറണ്ട് ആ ഒരു സൂപ്പർ കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കണ്ടിന്യൂ ഫോർ ഇയേഴ്സ് വരെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും.
വിത്തൗട്ട് എനി ഡിറ്റക്റ്റബിൾ ഡീക്ക്. അതെന്ന് പറഞ്ഞാൽ ഐഡിയൽ കേസിൻ്റെ കേസാണ് കേട്ടോ. ഈവൻ ഇഫ് ദ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് റിമൂവ്ഡ്, അപ്ലൈഡ് വോൾട്ടേജ് നമ്മൾ റിമൂവ് ചെയ്താലും അതിലെന്തെങ്കിലും കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത് വരുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അതിൽ വരുന്നതാണ് മേസ്നർ എഫക്റ്റ്. ഓക്കെ, ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, സിലബസിൽ പ്രത്യേകം എടുത്ത് പറയുന്ന സാധനമാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഓക്കെ, അതെന്താ പറഞ്ഞാൽ ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ദ സൂപ്പർ കണ്ടക്ടിങ് ഫേസ് ഈസ് ദ റിപ്പൾഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഫ്രം ദ ബൾക്ക് ഓഫ് സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, അതായത് ഒരു സൂപ്പർ കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സൂപ്പർ കണ്ടക്ടറാണ്. ഓക്കെ, ഇതിലെന്തോ സംഭവിക്കുന്നത്, നമ്മളൊരു മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എന്ത് ചെയ്യുന്ന പറഞ്ഞ് ഡിഫ്ലക്റ്റ് ചെയ്യുന്ന പറഞ്ഞ് അല്ലേ. റിപ്പൾഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഫ്രം ദ ബൾക്ക് ഓഫ് സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, ഒരു സൂപ്പർ കണ്ടക്ടറിൻ്റെ ഭാഗത്ത് വരുമ്പോൾ എന്ത് ചെയ്യും, അത് റിപ്പൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെ പോകും. ഇതാണ് നമ്മുടെ സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലക്സ് ലൈൻസ് എങ്ങനെയാണ് റിപ്പൽ ചെയ്ത് പോവുകയാണ് അല്ലേ. അപ്പോൾ അതിന് കാരണം എന്താണ്, അതാണ് മേസ്നർ എഫക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് സൂപ്പർ കണ്ടക്ടിങ് ഫേസ് ഈസ് ദ റിപ്പൾഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഫ്രം ദ ബൾക്ക് ഓഫ് സൂപ്പർ. ഇറ്റ് ഈസ് കോൾഡ് മേസ്നർ എഫക്റ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മേസ്നർ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് റിപ്പൾസ് ചെയ്യും ആരാണ്, ഫ്രം ദ ബൾക്ക് ഓഫ് സൂപ്പർ കണ്ടക്ടർ. വെൻ എ സ്പെസിമെൻ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഒരു സ്പെസിമെനെ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിമെൻ ആവട്ടെ, അതിന് ഞാൻ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലക്സ് ലൈൻസ് എന്ന് പറയുന്നത് അതിൽ കൂടി പാസ് ചെയ്യും. കണ്ടല്ലോ, ഇതിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത് ആൻഡ് ദേ ആർ പാരലൽ. ഓക്കെ, ദെൻ ഇഫ് ദ ടെമ്പറേച്ചർ ഇസ് ഡിക്രീസ്ഡ് ബിലോ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മുടെ ടി സി എന്ന് നിങ്ങൾ കണ്ട്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് വിളിക്കും. ഒന്നുകിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് വിളിക്കും. എന്താണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ? ഓക്കെ, അപ്പം ടി സി എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്, ടെമ്പറേച്ചറിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ട്രാൻസിഷൻ ടെമ്പറേച്ചറിന് താഴെ കൊണ്ടുപോയി. അപ്പോൾ ടെമ്പറേച്ചർ ഫോർ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽസ് ടി മസ്റ്റ് ബി ലെസ് ദാൻ ടി സി. അതായത് ടി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറാണ്. അതിന് താഴെ ടെമ്പറേച്ചർ കൊണ്ടുവന്നാലേ എന്ത് ചെയ്യുള്ളൂ, ഒരു മെറ്റൽ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലായെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ആണ് എന്താണ്, വെൻ ടി ഈസ് ലെസ് ദാൻ ടി സി, ആ ഒരു മെറ്റീരിയൽ എന്താണ് സൂപ്പർ കണ്ടക്ടിങ് എക്സിബിറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ടെമ്പറേച്ചറിന് താഴെ കൊണ്ടുവന്നു. അപ്പോൾ അതെന്തായി, സൂപ്പർ കണ്ടക്ടേഴ്സ്. നമ്മൾ മേസ്നറിനെ പറ്റി എന്താണ് പറഞ്ഞത്, ഇങ്ങനെ സൂപ്പർ കണ്ടക്ടേഴ്സിനാണ് എന്ത് ചെയ്യും, അതെന്ന് പറയുന്നത് ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ അതിൻ്റെ ബൾക്ക് ഓഫ് ദ മെറ്റീരിയലിൽ നിന്നും എക്സ്പെൽ ചെയ്യുന്ന അല്ലെങ്കിൽ റിപ്പൾസ് ചെയ്യുന്ന പറയുന്നത് ഇങ്ങനെ പോകും. കണ്ടോ, അതിൻ്റെ പുറത്തേക്ക് പാസ് ചെയ്യുന്നുണ്ടോ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്? ഇല്ല. പകരം അതിനെ എക്സ്പേഴ്സ് ഓൾ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എന്നാണ് പറയുന്നത്. ഇതാണ് മേസ്നർ എഫക്റ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാം ഇവിടെ പറയുന്ന എം എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ്, ആൻഡ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡാണ് എച്ച്. അപ്പോൾ എം ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് എന്ന് പറയാം ഫോർ എ സൂപ്പർ കണ്ടക്ടർ. എം ഈസ് ഈക്വൽ ടു മൈനസ് എച്ച്, അതായത് മാഗ്നറ്റൈസേഷൻ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഈസ് മൈനസ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എച്ച്. ഓക്കെ, ഇനി മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്താ നോക്കാം. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി കണ്ടുപിടിക്കാൻ നമ്മുടെ ഇടയിലൂടെ കൈ എം. ഓക്കെ, ഈ കൈ എം എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു എം ബൈ എച്ച്. എം ബൈ എച്ച് എന്താണ്, -1. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം, സിൻസ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഹാവ് നമുക്കറിയാം. ഓക്കെ, ഇത് നിങ്ങൾ അറിഞ്ഞു വയ്ക്കുക. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിനാണ് നെഗറ്റീവ് വാല്യൂ വരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എം ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് എന്ന് പറഞ്ഞ ഏതിൻ്റെ കേസിലാണ്, നമ്മുടെ ഈ ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലിൻ്റെ കേസിലാണ്. സോ നമുക്ക് എന്ത് പറയാം, ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഐഡിയൽ ഡയാമാഗ്നറ്റിക് സൂപ്പർ എന്ന് പറയാം. സിൻസ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഹാവ് നെഗറ്റീവ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി, ദ സ്പെസിമെൻ ബിക്കംസ് ആൻ ഐഡിയൽ ഡയാമാഗ്നറ്റിക് ഇൻ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ്. അപ്പോൾ ആ ഒരു സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ ആ ഒരു സ്പെസിമെൻ എന്തായിരിക്കും, ഒരു ഐഡിയൽ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യുവാണ്, ഇപ്പോൾ ആദ്യം പറഞ്ഞെന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു മെറ്റീരിയൽ, അതിനെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഇതിൽ വെച്ച് കഴിഞ്ഞാൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് അതിൽ കൂടി പാസ് ചെയ്യുന്നു പറഞ്ഞു. ഇനി ഇതിനെ നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ടി സി, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ ആക്കുമ്പോഴത്തേക്കും മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ എക്സ്പെൽ ആവുമെന്ന് പറഞ്ഞു. ഓക്കെ, എക്സ്പെലായി. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എക്സ്പെലായി. ഇനി ഞാൻ എന്ത് ചെയ്യുവാണ്, ആ ഒരു സ്പെസിമെനെ സൂപ്പർ കണ്ടക്ടർ സ്പെസിമെനെ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണ്. ആൻഡ് ദ സ്പെസിമെൻ ലോസസ് ഇറ്റ്സ് പ്രോപ്പർട്ടി. അപ്പോൾ ഇത് സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദ സ്പെസിമെൻ ലോസസ് ഇറ്റ്സ് പ്രോപ്പർട്ടി ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി ആൻഡ് ബിക്കംസ് നോർമൽ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ആ ഒരു ടി ലെസ് ദാൻ ടി സി ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാനൊരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി നഷ്ടപ്പെടും.
നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു മെറ്റീരിയൽ നോർമൽ മെറ്റീരിയൽ ആയിട്ട് പോകും. നോർമൽ മെറ്റീരിയൽ ആകുമ്പോൾ മാൻഡിഫെക്സ് ലൈൻസ് എങ്ങനെയും ഇതിൽ കൂടി പാസ് ചെയ്യും. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സിൽ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചത് എന്തായിരുന്നു, നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ആയിരുന്നു അല്ലേ. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞു, മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറഞ്ഞു. ഇനി അടുത്ത് വരുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തെർമൽ പ്രോപ്പർട്ടി. ഇലക്ട്രിക് പ്രോപ്പർട്ടി പറഞ്ഞു, മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറഞ്ഞു, അടുത്ത തെർമൽ പ്രോപ്പർട്ടി. ഈ തെർമൽ പ്രോപ്പർട്ടീസിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ട്. ഫസ്റ്റ് പറയുന്നത് എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താ, ഇവിടെ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ പറയുന്നുണ്ട്, എൻട്രോപ്പി y ആക്സിസിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ പറഞ്ഞ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഡിസോർഡർ ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലെ ഡിസോർഡറിനെ പറ്റിയുള്ള മെഷറാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. ദ എൻട്രോപ്പി ഡിക്രീസസ്, ഇവിടെ കാണാം, എൻട്രോപ്പി എന്ന് പറയുന്നത് ഡിക്രീസസ് സിഗ്നിഫിക്കൻറ്റ്ലി ഓൺ കൂളിംഗ് ബിലോ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണല്ലോ. ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ നോർമൽ സ്റ്റേറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വരുന്ന സ്റ്റേറ്റ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ ടെമ്പറേച്ചർ ബിലോ എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ എൻട്രോപ്പി എന്ന് പറയുന്നത് ഡിക്രീസസ് സിഗ്നിഫിക്കൻറ്റ്ലി ഓൺ കൂളിംഗ് ബിലോ ക്രിട്ടിക്കൽ. അപ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ക്രിട്ടിക്കലായിട്ട് എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ് വരുമ്പോഴത്തേക്കും സ്പെസിഫിക് ഹീറ്റ് ഓഫ് നോർമൽ മെറ്റൽ ഈസ് ഫൗണ്ട് ടു വേരി വിത്ത് ടെമ്പറേച്ചർ. ഓക്കെ, ഒരു സ്പെസിഫിക് ഹീറ്റ് ഓഫ് നോർമൽ മെറ്റൽ എന്ന് പറയുന്നത് എന്താണ്, അത് ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് വേരി ചെയ്യും. ഓക്കെ, ആ ഒരു വേരിയേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. CNT ഈസ് ഈക്വൽ ടു ഗാമ ടി പ്ലസ് ബീറ്റ ടി ക്യൂബ്. ഈ ഒരു റിലേഷനിൽ ഈ ഒരു ഫസ്റ്റ് ടേം ഗാമ ടി എന്ന് പറയുന്നത് ഇസ് എ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇൻ മെറ്റൽ. വേറെ സെക്കൻഡ് ടേം ഈ ഒരു ബീറ്റ ടി ക്യൂബ് എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് ഡ്യൂ ടു ദ കോൺട്രിബ്യൂഷൻ ഓഫ് ലാറ്റിസ് വൈബ്രേഷൻസ് അറ്റ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിലുള്ള ലാറ്റിസ് വൈബ്രേഷൻസിൻ്റെ കോൺട്രിബ്യൂഷൻ കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഇതുണ്ടാകുന്നത്. ഓക്കെ, ഇനി ഈ സ്പെസിഫിക് ഹീറ്റ് ഓഫ് സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത് ഇവിടെ കാണാം, ഈ ഒരു TC എന്നുള്ള ഇതിൽ എന്ത് ചെയ്യുന്നു, ഒരു ജമ്പ് കാണിക്കുന്നുണ്ട് അല്ലേ. സോ അതായത് ഇങ്ങനെ നോർമൽ സ്റ്റേറ്റ് വന്ന് വീണ്ടും ടെമ്പറേച്ചർ TCയിൽ എത്തിയപ്പോഴത്തേക്കും ഒരു ജമ്പ് ഉണ്ടായി. ദെൻ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ആയിട്ട് അതിങ്ങനെ തുടരുവാണ് ആണല്ലോ. ആസ് വി നോ ദാറ്റ് സൂപ്പർ കണ്ടക്ടിങ് അഫക്ട്സ് ഇലക്ട്രോൺസ് മെയിൻലി. സൂപ്പർ കണ്ടക്ടിവിറ്റി എന്തിനാണ് അഫക്ട് ചെയ്യുന്നത്, മെയിനായിട്ട് ഇലക്ട്രോൺസിനെയാണ്. സോ വി മേ അസ്യൂം ദാറ്റ് ലാറ്റിസ് വൈബ്രേഷൻ പാർട്ട് റിമെയിൻസ് അൺഅഫക്റ്റഡ്. ബീറ്റ ടി ക്യൂബ് എന്ന് അങ്ങനെയുണ്ട്. ആൻഡ് ഹാൻസ് ദ സെയിം വാല്യൂ ബീറ്റ ടി ക്യൂബ് ഇൻ ദ നോർമൽ ആൻഡ് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ്. ഓക്കെ, അടുത്ത മൂന്നാമത് തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. തെർമൽ കണ്ടക്ടിവിറ്റി നമുക്ക് പറയാം, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് അണ്ടർഗോസ് എ കണ്ടിന്യൂസ് ചേഞ്ച് ബിറ്റ്വീൻ ടു ഫേസസ്. It is usually lower in the superconducting phase, which shows the electronic contribution goes down. Superconducting electrons possible play no role in the transfer of heat. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റിയിൽ പറയുന്നത് എന്താണ്, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് അണ്ടർഗോസ് എ കണ്ടിന്യൂസ് ചേഞ്ച് ബിറ്റ്വീൻ ടു ഫേസസ്. രണ്ട് ഫേസസിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടിങ് ഫേസിൽ എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും, വിച്ച് ഷോസ് ഇലക്ട്രോണിക് കോൺട്രിബ്യൂഷൻ ഗോസ് ഡൗൺ. അപ്പോൾ സൂപ്പർ കണ്ടക്ടിങ് ഫേസിൽ ഈ ഒരു തെർമൽ കണ്ടക്ടിവിറ്റിയിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ലോവർ ആണെങ്കിൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇലക്ട്രോണിക് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അവിടെ താന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് സൂപ്പർ കണ്ടക്ടിങ് ഇലക്ട്രോൺസ് പോസിബിളി പ്ലേ നോ റോൾ ഇൻ ദ ട്രാൻസ്ഫർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സൂപ്പർ കണ്ടക്ടിങ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു റോളും എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സിന് പറയാനുള്ള. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.